വെള്ളം, വഴി, വെളിച്ചം ഇതെല്ലാം പൂർണ്ണമായും ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ? എടക്കര പഞ്ചായത്തിലെ 13-ാം വാർഡിലൂടെ E4 ന്യൂസ് അന്വേഷണ പരമ്പര. ഈ അനാസ്ഥയ്ക്കെതിരെ ഇവിടെയുള്ള നാട്ടുകാർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരുപാട് കാലമായിട്ട് ഇത് ഇങ്ങനെ കിടക്കുകയാണ്. മഴ പെയ്യുമ്പോൾ ഇതിലേക്ക് നടന്നു വരാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മെമ്പർ വന്നതിന് ശേഷമാണ് ആസ്തി രജിസ്റ്റർ തന്നെ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് അന്ന് കഴിഞ്ഞ പ്രാവശ്യം പേരിന് അവിടെ ഇവിടെ ഓരോന്ന് ഇട്ടു. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെ വന്നിട്ട് കണ്ടുപോകുന്നല്ലാതെ ആരും ചെയ്തിട്ടില്ല. ഏത് പാർട്ടിക്കാരെ ഞങ്ങൾക്ക് വഴി വേണം. പലരുടെയും നടക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും ഇവിടെ നിഷേധിക്കുകയാണ്. ഞങ്ങൾ വോട്ട് കൊടുക്കും. ഞങ്ങളുടെ എല്ലാ പരിമിതികളും പരിഹരിക്കാതെ ഞങ്ങൾ ഇനി വോട്ട് കൊടുക്കത്തില്ല. പിന്നെ മന്ത്രിയൊക്കെ വന്ന അന്ന് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു തീരുമാനങ്ങൾ കിട്ടിയില്ല. ഇപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞ പോക്ക് തുടങ്ങിയിട്ട് 2-3 കൊല്ലായിക്കണം. നമ്മുടെ പഞ്ചായത്തിൽ ഈ ഒരു റോഡല്ലാതെ വേറെ റോഡ് ഇവിടെ ഇല്ല ഇങ്ങനത്തെ കോലത്തിൽ കിടക്കുന്നത്. വഴി ഒന്ന് നന്നാക്കി തരുമോ എന്ന് ഞങ്ങൾ ചോദിച്ചതാ. ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങളെ അപേക്ഷ. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. നേരെ കിട്ടിയിരുന്നെങ്കിൽ നന്ദി. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഏറി വരുമ്പോൾ ഭരണാധികാരികളോട് ഇവർ അപേക്ഷിക്കുകയാണ്. ഈ എടക്കര പഞ്ചായത്തിന് പോലെ നക്കിണി പഞ്ചായത്ത് വേറല്ല. E4 ന്യൂസ് അന്വേഷണ പരമ്പര. കരുണ കാണിക്കുമോ അധികാരികളെ? E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.